ഇവര് ആരംഭിക്കാൻ പോകുന്ന കുടുംബ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിവാഹം സ്നേഹത്തിന്റെ ഒരു കൂതാശയാണ്. സ്നേഹത്തെ കുറിച്ച് ബൈബിളിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കുള്ള ലേഖനം ഒന്നാം വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. സ്നേഹം എന്താണ് എന്നും എന്ത് അല്ല എന്നും വളരെ വിശദമായിട്ട് പറയുന്നു. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. സ്നേഹം എല്ലാം സഹിക്കുന്നു, സത്യത്തിൽ ആനന്ദം കൊള്ളുന്നു. സ്നേഹം എന്നും നിലനിൽക്കും. അതുപോലെ തന്നെ സ്നേഹം അസൂയപ്പെടുന്നില്ല, സ്വാർത്ഥം തേടുന്നില്ല. ഇങ്ങനെ നിരവധിയായിട്ടുള്ള വിശേഷണങ്ങൾ സ്നേഹത്തെ കുറിച്ച് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു ആന്തരിക സൗന്ദര്യത്തെ കുറിച്ച്. ബാഹ്യമായ സൗന്ദര്യം തീർച്ചയായിട്ടും നല്ലതാണ്, അതിനാവശ്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. എന്നാൽ പത്രോസ്ലീഹ ഇവിടെ ഊന്നി പറയുന്നത് ആന്തരികമായിട്ടുള്ള സൗന്ദര്യത്തെ കുറിച്ചാണ്. അത് പൗലോസ്ലീഹ പറഞ്ഞ ആ സ്നേഹത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ്. സത്യത്തിൽ ആനന്ദം കൊള്ളുന്ന ആ സ്നേഹം, അസൂയപ്പെടാത്ത ആ സ്നേഹം, ആ സ്നേഹത്തിന്റെ വക്താക്കളായി അല്ലെങ്കിൽ ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടാണ് പത്രോസ്ലീഹ നമ്മോട് പറയുന്നത്. അവസാനം പത്രോസ്ലീഹ പറയുന്നു, ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിഘ്നം വരുത്താതിരിക്കാൻ വേണ്ടിയാണ്. സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, 2-3 പേര് എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. യേശുവിന്റെ വാഗ്ദാനമാണ്. അപ്പൊ നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ, കുടുംബത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ അവിടെ പരസ്പരം ഐക്യം ഉണ്ടാകണം, പരസ്പര സ്നേഹം ഉണ്ടാകണം. വിശുദ്ധ ചാവറയച്ചൻ കുടുംബത്തെ കുറിച്ച് വളരെയേറെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഈ ലോക ജീവിതത്തില് ദുഃഖങ്ങളില് ആശ്വാസവും സമാധാനവും നൽകുന്നത് പരസ്പര സ്നേഹവും ക്ഷമയുമുള്ള കുടുംബത്തിൽ ജീവിക്കുന്നതാണ്. ചാവറയച്ചന് തന്നെ അറിയാം, കുടുംബജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാണ്, കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് അവിടെ വെല്ലുവിളികളുള്ളത്? 2 പേര് ഹൃദയം ഏജിലും ഇത്രയും നാട് ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഒരു വിവാഹോപയോഗികമായിട്ട് ഒറ്റയ്ക്ക് ആയിരുന്നു അവരുടെ വ്യക്തിത്വം. ഇനി മുതൽ അവര് കുടുംബത്തിലേക്ക്, ഒരു കുടുംബ ജീവിതത്തിനെ അടുത്തറിയുകയാണ്. 2 പേർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സ്പേസ് കൊടുക്കുവാനായിട്ട് സാധിക്കും. ടൈമിന്റെ കാര്യത്തിലായിരിക്കാം, മറ്റു പല കാര്യത്തിൽ. ഒരാളുടെ ദുഃഖം മറ്റൊരാളുടെ ദുഃഖമായിട്ട് തീരണം. വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നത്, മറ്റുള്ളവരുടെ ദുഃഖം സ്വന്തം ദുഃഖമായിട്ട് നേരിടുന്നവരാണ് വിശുദ്ധന്മാർ. അപ്പൊ കുടുംബ ജീവിതത്തില് ഒരു കുടുംബമായിട്ട് വളർന്നു വികസിക്കുമ്പോൾ ആ കുടുംബ ജീവിതത്തില് ഓരോരുത്തരുടെയും ദുഃഖം പരസ്പരം ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കണം. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സായി ജീവിച്ചുകൊണ്ടാകുന്നു. ഏക മനസ്സെന്ന് പറഞ്ഞാൽ തിരുമനസ്സാണ്, സന്മനസ്സാണ്, ദൈവത്തിന്റെ മനസ്സാണ്. 2 പേരുടെയും മനസ്സല്ല. കുടുംബത്തെ കുറിച്ച് ദൈവം വിഭാവനം ചെയ്ത, യേശു വിഭാവനം ചെയ്ത ആ ഒരു തിരുമനസ്സ് നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സാധ്യമാകുവാനായിട്ട് ഇവര് പരിശ്രമിക്കുമ്പോൾ ഇവരുടെ മനസ്സ് അതിനോട് ഒന്നിച്ചേരുകയാണ്. അല്ലാതെ 2 പേരുടെയും മനസ്സിലൂടെ വേണ്ടത് വെക്കുകയല്ലേ. അപ്പൊ ദൈവത്തിന്റെ മനസ്സിനോട് ഒന്നിച്ചേർന്നുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കുടുംബ ജീവിതത്തിന് അടുത്തിടാനായിട്ട് സാധിക്കുക. ചാവറയച്ചൻ പറയുന്നു, നമുക്ക് ആശ്വാസവും സമാധാനവും നൽകുന്നത്, ഇതുപോലെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ലോക ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും നൽകുന്നത് പരസ്പര സ്നേഹവും ക്രമവുമുള്ള അവരതിൽ ജീവിക്കുന്നതാണ്. അവിടെ പരസ്പര സ്നേഹം ഉണ്ടാകണം, അവിടെ ക്രമമുണ്ടാകണം. ഇത് ആശ്വാസത്തിന് വേണ്ടി പലയിടത്തും നമ്മൾ അലഞ്ഞു തിരിയും, പല രീതിയിലേക്ക് നമ്മൾ പോകുന്നു. എന്നാലും ചാവറയച്ചൻ പറഞ്ഞ കുടുംബത്തിലാണ് നമ്മൾ ആശ്വാസം കണ്ടെത്തുന്നത്. പലപ്പോഴും ഹോസ്റ്റലുകളിൽ വളരെ വികടമായിട്ട് അവരവിടേക്ക് വീട്ടിൽ പോകുന്ന കാര്യം പറയുമ്പോൾ ചിലർക്ക് താല്പര്യമില്ല. കാരണം കുടുംബത്തിൽ ആ സമാധാനമില്ല. കുടുംബത്തിൽ
കുടുംബത്തിൽ നിന്ന് ഒരാൾ തിരിച്ചു പോയി കഴിയുമ്പോൾ ആ വ്യക്തിക്ക് കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം കുടുംബത്തിൽ സംജാതമാക്കാനായിട്ട് സാധിക്കും. അതാണ് സാമർത്ഥ്യം ഉദ്ദേശിക്കുന്നത്. പരസ്പര സ്നേഹവും ക്രമവും. ക്രമം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഈ ലോകം ക്രമരഹിതമായി ആഴത്തിന് മുകളിൽ അന്ധകാരം നിറഞ്ഞിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മുകളിലൂടെ സഞ്ചരിച്ചു. അങ്ങനെ കെയോസ് ഒരു കോസ്മോസ് ആയിരുന്നു, ക്രമം ഉള്ളതായിരുന്നു. സാമർത്ഥ്യം പറയുന്നത് ഒരു ക്രമമാണ്. നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരു ക്രമം. ഇതിനെല്ലാം സാധിക്കുന്നത് അതുപോലെയുള്ള ഒരു കുടുംബജീവിതം വേർപാടാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 27-ാം അധ്യായത്തിൽ യാക്കോബ് ഒരു സ്വപ്നം കാണുന്നുണ്ട്. ഒരു കോഴി, അതിൽ ഒരറ്റം ഭൂമിയിൽ മറ്റേ അറ്റം സ്വർഗ്ഗം. ദൈവം കോഴിയുടെ മുകളിൽ നിന്നുകൊണ്ട് അനുഗ്രഹിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ ഭവനം ദൈവം ആഗ്രഹിക്കുന്ന ഭവനമാണെങ്കിൽ, ദൈവം വസിക്കുന്ന ഭവനമാണെങ്കിൽ, ഇതുപോലെ തന്നെ മാലാഖമാരെ കയറിയിറങ്ങും ദൈവം അനുഗ്രഹിക്കുന്ന ഭവനമായിരിക്കും. അവിടെ വീഞ്ഞ് തീർന്നപ്പോൾ ഇവിടെ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് സന്തോഷം പകർന്നു നൽകും. അപ്പൊ യേശുവിനെ അവിടെ ക്ഷണിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാതാവിന്റെ സാന്നിധ്യം ഉണ്ടാവും. യേശു എവിടെയുണ്ടോ അവിടെ മാതാവിന്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ യേശുവിനെ ക്ഷണിക്കുവാനായിട്ട് നമ്മുടെ കുടുംബ ജീവിതത്തില്, നമ്മുടെ പ്രധാനപ്പെട്ട ജീവിത സംഭവങ്ങളിലും എല്ലാം നമുക്ക് യേശുവിനെ ക്ഷണിക്കുവാനായിട്ട് സാധിച്ചാൽ മാത്രമേ ജീവിതത്തിൽ ദുഃഖകരമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുക. പാടുന്ന നിമിഷം മനോഹരമാണ് കുടുംബ ജീവിതം. അപ്പൊ മനോഹരമായി തീർക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഭൂമിയിൽ എപ്പോൾ നല്ല കാര്യങ്ങൾ നടക്കുന്നു അപ്പോൾ സ്വർഗം തുറക്കുന്നു മാലാഖമാര് പാടുന്നു. അത് ഉൾക്കൊണ്ടുകൊണ്ട് അടിത്തറയുള്ള എന്നത് നിലനിൽക്കുന്ന ഒരു കുടുംബ ജീവിതത്തിൽ തുടക്കമിടുവാനും അത് മുന്നോട്ട് നയിക്കുവാനും അതിനനുസൃതമായിട്ടുള്ള ജീവിതം കാഴ്ചവെക്കുവാനും ഇവർക്ക് രണ്ടുപേരെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എനിക്ക് വ്യക്തിപരമായിട്ട് കൂടുതൽ അടുപ്പമുള്ളത് രാജസ്ഥാന്റെ കുടുംബമാണ്. കെ കോളേജിൽ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് നിരവധിയായിട്ടുള്ള വർഷങ്ങൾ സേവനം ചെയ്ത് മനോഹരമായിട്ടുള്ള ഒരു അധ്യാപകൻ കാഴ്ചവെച്ച് കുട്ടികളുടെ സുഹൃത്തായ അവർക്ക് അറിവ് പകർന്ന് കോളേജിന്റെ വളർച്ചയിലേക്ക് നയിച്ച രാജസ്ഥാൻ അദ്ദേഹത്തിന്റെ മകനെയും കുടുംബത്തെയും കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയാം. സൃഷ്ടിയായിട്ട് ഏജിനും ഭാഗ്യമുള്ളവളാണ്. നിങ്ങൾ ആരംഭിക്കാൻ പോകുന്ന ഈ കുടുംബ ജീവിതം ഏറ്റവും മനോഹരമായി തീരട്ടെ എന്ന് വികാരിച്ചിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് മനോഹരമായി ചടങ്ങിലൂടെ കടന്നു പോകാം. ഇവർ രണ്ടുപേരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്ന ഈ കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രിയ സഹോദരി, വധുവരന്മാർ വിവാഹം എന്ന കുദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കുദാശ യോഗ്യതയെ പരിഗണം ചെയ്തതിനെ പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ നൽകുന്നു. നമുക്ക് എല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷനെ ജീവിത സഖി നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. Thank you.
തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടി മേരിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. മേരി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോസഫിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പര വലതുകരം ചേർത്തിരിക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. പരിശുദ്ധമരണം വഴി തിരുസഭയിൽ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും മധുരന്മാരെ ഓർമ്മിപ്പിക്കുന്ന ഈ കാലി ദയാപകം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി ഈ കാലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധമായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന പുരുഷവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ നിശ്ചലവസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി വിനയ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. വിനയമാവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. It's
ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരങ്ങളെ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായപ്പോൾ നിങ്ങളെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് കരുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഓർമ്മിപ്പിക്കുന്നു. ഈ ആരെങ്കിലും രാവിലെ കുർബാന കണ്ടവരോ അല്ലെങ്കിൽ കാണേണ്ടവരോ അല്ലെങ്കിൽ അതിൽ പുറത്തു പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സത്രാരിയായി ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ മനസ്സൊരു ഓർക്കുകയാണിവിടെ
ഉയരത്തെയും ആഴത്തെയും ഒരുപോലെ ചേർക്കും നീ വേദി. മനസ്സൊരു മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ, ഓർക്കുകയാണിവിടെ. സ്വർഗീയ ഗേഹത്തിൻ മാർഗമതിൽ ആത്മീയമാം ജീവനായി, സ്വർഗീയ ഗേഹത്തിൻ മാർഗമതിൽ ആത്മീയമാം ജീവനായി, ആഹാരമായി ദൈവം തരും സ്വർഗീയ മന്നായി ഭോജ്യം, ആഹാരമായി ദൈവം തരും സ്വർഗീയ മന്നായി